എടി നിനക്ക് വയറുവേദന വന്ന് കിടക്കുവാണെന്ന് നിന്റെ ക്ലാസ്സിൽ അമലയല്ലേ ഒന്ന് പറഞ്ഞല്ലോ. ന്യൂസ് അവിടെ പോലെ എത്തിയല്ലേ? എന്ത് കുറവുണ്ടോ? എനിക്ക് വയറുവേദനയൊന്നുമില്ല, ഞാൻ അഭിനയിച്ചതല്ലേ. അഭിനയിച്ചതാ? ടീച്ചർ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഞാൻ വയറുവേദന അഭിനയിച്ചതാണോ? ഇത് കൊള്ളി. ഇടയ്ക്ക് ഇങ്ങനത്തെ നമ്പർ കിട്ടില്ലെങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റൂല. കാഞ്ഞ വിത്തന്നല്ലേ നീ? എത്ര വിളി വിളിച്ചു നിങ്ങളെ? അത് ഞങ്ങൾ സംസാരിച്ചോണ്ടൊന്നുകൊണ്ട് കേട്ടില്ല. എന്തടി ഓടിയാ? ഇല്ല. പിന്നെന്ത് കിതക്കണ? അത് സ്പീഡിൽ നടന്നാ പിന്നെ കിതക്കൂലേ? വാ വാ. വെള്ളം 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 ഞാൻ ഇതൊരു നീ എന്താ നോക്കിയെന്നറിയോ? ആരാര്? എനിക്കെങ്ങനെ അറിയാം? അറിഞ്ഞൂടെ നിനക്ക്? എനിക്കൊന്നും അറിഞ്ഞൂടാ. സത്യം പറയോടി, നിന്റെ കാമുകനല്ലേടി? അമ്മാവന്റെ മോള്. ഞാൻ പിങ്കി, അവളുടെ അനിയത്തി. താനാരാ? അനിയത്തിയാണല്ലേ? ഞാൻ കിരൺ കിച്ചു എന്ന് വിളിക്കും. ആര് വിളിക്കും? എല്ലാരും വിളിക്കും. ഓക്കെ. അപ്പം അനിയത്തി ഒന്നുമില്ല, എന്റെ ഭാവി അനിയത്തി പോകുന്ന കുട്ടിയല്ലേ? അതങ്ങനെയോടെ ഞാൻ തന്റെ ഭാവി അനിയത്തിയാവുന്നേ? അല്ല, കുറെ വർഷം കഴിയുമ്പോൾ ഞാൻ എന്തായാലും തന്റെ ചേച്ചി കെട്ടുമല്ലോ. അപ്പം പിന്നെ താൻ എന്റെ അനിയത്തി ആവുമല്ലോ സ്വാഭാവികമായിട്ട്. കണ്ണി കണ്ടോണ്ട് സംസാരിച്ചിരിക്കാൻ അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെന്താ അങ്ങനെ പറഞ്ഞേ? പിന്നെ എങ്ങനെ പറയണം? അങ്ങനെ പറയാനല്ല, ഒന്നുമില്ലെങ്കിലും തനിക്ക് എന്റെ ഇഷ്ടമല്ലോ. അത് താൻ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയാ? വെറുതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ പോയേ. പോ റിങ്കി, നിക്ക്. ചേച്ചിയോടൊന്ന് പറ. അല്ല, ഞാൻ പറയാം. റിങ്കി, നിനക്ക് എന്നെ ഇഷ്ടമെന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം. പിന്നെ എന്തിനാ ഇങ്ങനെ ഈ ഷോ കാണിക്കുന്നത്? അത് തനിക്ക് എങ്ങനെ അറിയാം എനിക്ക് ഇഷ്ടമാണെന്ന്? അല്ല, എനിക്ക് തന്നെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അത് തന്നെ തോന്നി. ചേട്ടാ വെറുതെ ഇങ്ങനെ നിക്കല്ലേ, ഈ കാര്യം എങ്ങാനും മാമനും അച്ഛനും അറിഞ്ഞാണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കണെന്ന് പറയാൻ പറ്റൂല. റിങ്കി, റിങ്കി എന്ത്? അല്ല, താനൊന്നും പറഞ്ഞില്ല. എന്ത് പറയണം ഞാൻ? അല്ല, നിങ്ങളൊന്ന് ചേച്ചിയോടൊന്ന് പറയാവോ? എന്തോന്ന്? എന്നെ ഇഷ്ടം. നിനക്ക് നേരത്തെ അറിയായിരുന്നല്ലേ ഇവനെ? എനിക്കൊന്നും അറിഞ്ഞൂടാ ഇയാളെ. പിന്നെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അല്ല, ജിമ്മി പോകുമ്പോ എനിക്ക് അറിഞ്ഞൂടാ. പിങ്കി, ഒന്ന് മനസ്സിലാക്കും പിങ്കി. എന്നെ പോലെ ഒരു പയ്യനെ നിങ്ങളുടെ ചേച്ചിക്ക് ഇനി മഷി ഇട്ട് നോക്കി കിട്ടൂല. അപ്പൊ മഷി ഇട്ട് നോക്കിയോ? ഏതാ കുരുപ്പ്? കുരുപ്പല്ല, കാർത്തു എന്റെ ഫ്രണ്ടാ. എന്നാ കാർത്തും അനീതിയും കേൾക്കാൻ വേണ്ടി പറയാണ്. നിങ്ങളുടെ ചേച്ചിയോട് പറ, മനസ്സിന് തുറന്ന് എന്നോടൊന്ന് ഇഷ്ടമാണെന്ന് പറയാൻ. അല്ല, പിങ്കി, നീ ഇങ്ങോട്ട് വരുന്നുണ്ടാവാ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വേറെ തമാശ അങ്ങനൊന്നും അല്ല, പൂവാലനും അല്ല. എനിക്ക് ട്രൂ ലവ് ആണ് നിങ്ങളുടെ ചേച്ചിയുടെ പുറകെ. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രണയാഭ്യർത്ഥനയുമായി കുറെ നാൾ കൊണ്ട് പുറകെ നടക്കുന്നത്. ട്രൂ ലവ്. ട്രൂ ലവ് ആണെങ്കിലേ ഇങ്ങനെ പിറകെ അല്ല നടക്കേണ്ടത്, പിന്നെ വീട്ടിൽ വന്ന് ചോദിക്കണം. അയ്യോ, അത് വേണോ? എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. അല്ല, എനിക്കുണ്ട്. പിന്നെ വരുമ്പോഴേ ഈ ഓഞ്ഞ മോന്തയിൽ വരരുത്. താടിയൊക്കെ വടിച്ചിട്ട് വരണം കേട്ടാ. ചേച്ചിയെ കൊണ്ട് സമ്മതിപ്പിച്ചാലേ നിങ്ങൾ പറഞ്ഞ എന്ത് ഞാൻ മേടിച്ചു അത് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നോക്കല്ലേ? അപ്പൊ മറക്കല്ലേ? പിങ്കി, കാത്തു വരുന്നുണ്ടോ ഇങ്ങോട്ട്? അതെ, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അവള് ബോക്സിംഗ് ആണ്. പിടിച്ചു കഴിഞ്ഞാ ഇരിപ്പതാ കേട്ടോ. കള്ളം പറഞ്ഞോണ്ടല്ലോ. കള്ളം പറയണ നീയല്ലേടി? ഞാനോ? സത്യം പറയടി. ഞാൻ എന്താ കള്ളം പറഞ്ഞു? നീയോ ചേട്ടനും കൂടെ കാണിച്ച നാടകമല്ലേടി ഇത്? നിങ്ങൾ എന്റെ കൂടെ പ്ലാൻ ചെയ്തല്ലേ ഇത് ചെയ്തത്? ഈശ്വര, ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. വിശ്വസനീയമല്ലടി, വിശ്വസനീയം. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, ഞാൻ പോണു. അപ്പോ അത്ര ശരിയല്ലല്ലോ. വരട്ടെ, കണ്ടുപിടിക്കാം നമുക്ക്. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.